ചിലപ്പോ സുഖമില്ലാണ്ട് കിടക്കായിരിക്കും. എന്തെങ്കിലും ഇപ്പൊ സ്കൂളൊക്കെ തുറന്നുകൊണ്ട് തന്നെ പല ആളുകളും പല തിരക്കുകളിലായിരിക്കും അല്ലെ? ആ ഒരു സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള ഒരു മൊബൈൽ ഫോണിന്റെ ഒരു ബട്ടൺ അമർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഒന്ന് ടച്ച് ചെയ്തുകൊണ്ട് നമ്മൾ ഗ്രൂപ്പിൽ വന്ന ഒരു ലിങ്ക് പ്രസ് ചെയ്തുകൊണ്ട് നമ്മളൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യാണ്. ടെക്നോളജിയുടെ ഒരു സാധ്യത അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിന്റെ ഈ ബിസിനസിന്റെ ഒരു പ്രത്യേകത എത്ര മനോഹരാണെന്ന് കാണിച്ചു തരുന്ന ഒരു ഇതും കൂടെയാണ്. നമുക്ക് ചിലപ്പോ ഇത് ഈ ഒരു പക്ഷെ ഫിജി കാർഡിലേക്ക് ജോയിൻ ചെയ്ത ഒരുപാട് ആളുകൾ കുറച്ച് മുന്നേയും ഒരു മാസമൊക്കെ ഒരാഴ്ചയൊക്കെ ആയിട്ടുള്ള ആളുകൾക്ക് ചിലപ്പം വർഷങ്ങളായിട്ടുള്ളവർക്ക് ഇതൊരു പുതുമയായിരിക്കില്ല. ഇത് നമ്മുടെ ഒരു ജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞു 7 ക്ലബ് എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഇന്ന് അല്ല ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ജോയിൻ ചെയ്ത ആളുകള് ഇതിനോടല്ലേ ഇത് ആദ്യമായിട്ട് കാണുന്ന കേൾക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കും. അത് നമുക്കൊരു ബുദ്ധിമുട്ട്, വിഷമം, ഒരു മടിയൊക്കെ ഉണ്ടാവും. ചിലപ്പോ ഭയങ്കര താല്പര്യത്തോടു കൂടി ഇതെന്താണെന്ന് അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകളും ഉണ്ടായിരിക്കും. അപ്പം നമ്മുടെ ഒരു ജീവിതത്തിന്റെ ഭാഗമായിട്ട് ഇത് മാറുന്ന സമയത്ത് നമുക്കിത് ഒഴിച്ചുകൂടാൻ പറ്റില്ല. കഴിഞ്ഞ ഒരു 4.5 5 വർഷമായിട്ട് ഈ ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയില് എന്റെ ഒരു ജീവിതത്തിന്റെ ഭാഗമാണ്. എനിക്കിതൊരു 7 ക്ലബ് എന്ന് പറയുന്നത് ഒരു എനർജി തന്നെയാണ്. ഒരു ദിവസം പോലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത രീതിയിലേക്ക് ഇത് മാറിക്കഴിഞ്ഞു. അപ്പോ നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും ഇത് തന്നെയാണ്. നമുക്ക് ഏത് സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ടും എവിടെ ഇരുന്നു കൊണ്ടും നമ്മുടെ മാനസികാവസ്ഥ എന്തുമായിക്കോട്ടെ, നമ്മുടെ സാഹചര്യം എന്തും ആയിക്കോട്ടെ, നമ്മുടെ കയ്യിൽ മൊബൈൽ ഡാറ്റ ഉണ്ട് എങ്കിൽ, നമ്മുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ട് എങ്കിൽ നമുക്ക് ഈ ബിസിനസ് വളരെ ഭംഗിയായിട്ട് മനോഹരമായിട്ട് റിസൾട്ട് വരുന്ന രീതിയിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഫിനാൻഷ്യലി വലിയൊരു ഫ്രീഡം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അതിന് വേണ്ടത് ഒരു മാനസികമായിട്ടുള്ള ഒരു തയ്യാറെടുപ്പാണ്. നമുക്ക് ചെയ്യണം, പ്രവർത്തിക്കണം. അതിനൊരു തയ്യാറെടുപ്പ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നേരത്തെ സരിത മാഡം എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ അത് മാത്രമല്ല അതിനേക്കാൾ ഉപരി നിങ്ങളിൽ പലർക്കും നേടിയെടുക്കും. എന്നെ പരിചയപ്പെടുത്തി പേര് ശ്രീലക്ഷ്മി എന്നാണ്. കാസർഗോഡ് നീലേശ്വരം സ്വദേശിനിയാണ്. കഴിഞ്ഞ ഏകദേശം 4.5 വർഷമായിട്ട് ഈ ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയില് ഞാൻ എപ്പോഴും എന്റെ എക്സ്പീരിയൻസിലും അല്ലെങ്കിൽ ഞാൻ പറയുന്ന ഫിജിക്കാട്ട് സംസാരിക്കാൻ സമയത്ത് എനിക്ക് ഭയങ്കര സന്തോഷാണ്. ഞാൻ പറയും ഫിജിക്കാട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്റെ ജീവിതവും ജീവനും ഒക്കെയാണ്. കാരണം നമുക്ക് നമുക്ക് വല്ലാത്തൊരു ആത്മബന്ധമാണ്. നമുക്ക് നമ്മുടെ ലൈഫിൽ എന്തൊക്കെയോ നേടിത്തരാൻ സാധിച്ചിട്ടുള്ള ഒരു വഴികാട്ടിയായിട്ടുണ്ട്. വലിയൊരു സപ്പോർട്ടാണ് നമ്മുടെ ലൈഫിന്. നമുക്ക് ഒരു അഭിമാനത്തോടു കൂടി പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഒരുക്കി തന്നത് ഫിജി കാർഡാണ്. അതുകൊണ്ട് തന്നെ ഫിജി കാർഡ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. അതെങ്ങനെയാണ് അത് മാറിയത്, അല്ലെ അതിനുണ്ടായ സാഹചര്യം എന്താണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാനുണ്ടാവും. അത് നമുക്ക് ചിലപ്പോ ഈ ഒരു അരമണിക്കൂർ കൊണ്ടോ ഒരു മണിക്കൂർ കൊണ്ടോ പറഞ്ഞു തീർക്കാൻ പറ്റില്ലേ. എന്നെ പോലെ അല്ലെ എന്റെ ഈ റാങ്കിലേക്ക് വരുന്ന എന്നെക്കാളും റാങ്കുകൾ അപ്ഡേറ്റ് ചെയ്ത ആളുകൾക്ക് അവർക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അവരുടെ സാഹചര്യങ്ങള്, ഇതിലേക്ക് വന്ന വഴികള്, അത് അച്ചീവ് ചെയ്ത നിമിഷങ്ങള്, അത് നേരിട്ട പ്രശ്നങ്ങള് ഒക്കെ. അപ്പൊ എല്ലാവർക്കും വ്യത്യസ്തമായിരിക്കും. അപ്പൊ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഞാൻ പ്രത്യേകിച്ചും ഇങ്ങനത്തെ 7 ക്ലബ്ബുകളിലൊക്കെ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കുന്നത് പുതിയതായിട്ട് നമ്മുടെ ഫാമിലിയിലേക്ക് വന്ന ആളുകൾക്കാണ്. കാരണം നിങ്ങളൊക്കെ നമ്മളെ ചിലപ്പോൾ ഫസ്റ്റ് ടൈം ആയിരിക്കും കാണുന്നത്. നമ്മുടെ ഒരുപാട് കഥകൾ ഇങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് വലിയ പ്രയോജനം ഉണ്ടാവുമോ അല്ലെങ്കിൽ ഇൻസ്പിറേഷൻ ആയിരിക്കാം അല്ലെ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ. ഓക്കെ, എനിക്കും അങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതിനേക്കാൾ ഉപരി നിങ്ങൾക്ക് ഇത് ചെയ്തു കഴിഞ്ഞാൽ, നിങ്ങളെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമോ, ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന നേട്ടങ്ങൾ, അതിനുള്ള ഒരു മൈൻഡ് സെറ്റ് തയ്യാറെടുപ്പിക്കാൻ ചിലപ്പോൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു എന്താ പറയുക റിസൾട്ട് ആക്കി മാറ്റാൻ പറ്റും. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം സരിത മാഡം പറഞ്ഞു ഞാനൊരു പ്രൊഫഷണലി ടീച്ചറാണ്. ബി.എഡ് കഴിഞ്ഞ് ഒരു സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് ഈ കമ്പനിയുടെ പ്ലാൻ ഞാൻ വളരെ അവിചാരിതമായിട്ട് കേൾക്കുകയാണ്. കേൾക്കുന്ന സമയത്ത് എന്റെ മനസ്സിലുണ്ടായ ചോദ്യമാണ്, ഇത് നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള റിസൾട്ട് കിട്ടുമോ, ഞാൻ ആഗ്രഹിച്ച സ്വപ്നങ്ങളിലേക്കും ആഗ്രഹങ്ങളിലേക്കും എനിക്ക് എത്താൻ പറ്റുമോ എന്നുള്ളതായിരുന്നു. അതിലേക്ക് എത്താൻ പറ്റും എന്ന് എനിക്ക് ഒരു ഉറപ്പ് നൽകിയത് എന്റെ മാനസികമായിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് തന്നെയാണ്. അപ്പൊ ഫിജി കാർഡ് എന്ന് പറയുന്ന ഒരു 9 ലെറ്റേഴ്സ് ആണ് അല്ലെ. അപ്പൊ ആ 9 ലെറ്റേഴ്സും ഒരുപാട് കാര്യങ്ങൾ മീൻ ചെയ്യുന്നുണ്ട്. അതിപ്പോ നിങ്ങൾക്ക് തന്നെ ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്താൻ പറ്റും. അപ്പം ഈ 9 ലെറ്റേഴ്സിലൂടെ നമുക്കൊന്ന് ജസ്റ്റ് ട്രാവൽ ചെയ്യാം, ഒന്ന് യാത്ര ചെയ്യാം. ഏകദേശം ഒരു 40 മിനിറ്റ് കൊണ്ട് ഈ 9 ലെറ്റേഴ്സിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത്, ഫിജി കാർഡ് എന്ന് പറയുന്ന 9 ലെറ്റേഴ്സ് വരും വേർഡ്സില് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് കണ്ടെത്താൻ കഴിയുക എന്നൊന്ന് നോക്കാം. അപ്പൊ അത് നിങ്ങളുടെ കയ്യിൽ വല്ല
പെന്നോ ഡയറിയോ നോട്ട്സോ ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. അപ്പം നിങ്ങൾക്കൊരു തുടക്കമാവട്ടെ. ഇത് എന്നെ കൊണ്ട് പറ്റുന്ന, എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന, നമ്മളെല്ലാവരും പല മേഖലകളിൽ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുണ്ടായിരിക്കും. എന്നെക്കാളും ജീവിതാനുഭവമുള്ള ആളുകൾ എന്നെ മുന്നിൽ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. നിങ്ങൾക്കും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരിക്കും. അപ്പൊ ഫിജി കാർട്ടിനെ കുറിച്ച് ഞാന് പറഞ്ഞല്ലോ, പറഞ്ഞാൽ നമുക്ക് തീരില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് ഫിജി കാർട്ടിന്റെ ലെറ്റേഴ്സ് വെച്ചിട്ട് എന്താണ് അതിൽ ഒളിഞ്ഞിരിക്കുന്ന സാധ്യതകൾ, അല്ലെങ്കിൽ എന്താണ് അതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്, അത് വെച്ചുകൊണ്ട് ആ ഒരു രീതിയിൽ നമുക്ക് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുമോ? അതായത് തുടക്കക്കാർക്കാണ് കേട്ടോ. വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന, റിസൾട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന, ഇൻകം വാങ്ങിക്കുന്ന ആളുകൾക്ക് ഒരു പ്രചോദനം കൂടി, ഒരു എക്സ്ട്രാ പ്രചോദനം കൂടി ആവും. തുടക്കക്കാർക്ക് അതൊരു വലിയൊരു സാധ്യതയുടെ വാതിൽ തന്നെ തുറന്നു തരാൻ ഞാൻ ശ്രമിക്കുകയാണ്. അത് നിങ്ങൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു മൈൻഡ് സെറ്റിൽ ഒന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സക്സസ് ആവാൻ പറ്റും. ഇതിൽ പറഞ്ഞ നമ്മുടെ കമ്പനിയുടെ പ്ലാൻ ഒക്കെ കേട്ട് വന്ന ആളുകൾക്ക് 13 റാങ്കുകൾ അപ്ഡേറ്റ് ചെയ്യുക, 3.5-4 കോടി രൂപ അക്കൗണ്ടിലേക്ക് വരിക. അപ്പൊ ഇതൊരു ചെറിയൊരു സാധ്യതയായിട്ട് നിങ്ങൾ കരുതിയാൽ മതി. പി അല്ലെ, ഫസ്റ്റ് ലെറ്റർ പി ആണ്. പല ആളുകൾ ഫിജി കാർഡിലൊക്കെ ജോയിൻ ചെയ്യുന്ന സമയത്ത് എഫ് അല്ലെ, നമുക്ക് അറിയില്ല. കേൾക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്ത് എനിക്കൊക്കെ, ഞാൻ PHI എന്നൊക്കെയാണ് ഫസ്റ്റ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു ഗൂഗിളിൽ. വൈ ആണോന്നൊന്നും നമുക്ക് അറിയില്ലായിരുന്നു. നമുക്ക് ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു വേർഡ്സ് അല്ല. അപ്പൊ നമ്മൾ ചിലപ്പോൾ സ്പെല്ലിംഗ് ഒക്കെ നമുക്ക് മിസ്റ്റേക്ക് വരാം. അപ്പൊ ഫസ്റ്റ് ലെറ്റർ പി ആണ് അല്ലെ. പി എന്ന് പറഞ്ഞാൽ നമുക്ക് പാഷൻ എന്ന് കൊടുക്കാം. ഓക്കെ, ഒരു അഭിനിവേശം, നമുക്കൊരു താല്പര്യം ഉണ്ടായിരിക്കണം. നമ്മള് ഫിജി കാർഡിന്റെ പ്ലാൻ കേട്ടു, നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് നമ്മൾ ഈ ബിസിനസ്സിലേക്ക് വന്നതുകൊണ്ട് മാത്രം നമുക്ക് ഇവിടെ പറയുന്ന 13 റാങ്കുകൾ അപ്ഡേറ്റ് ചെയ്യുക, ഒരു 3.5-4 കോടി രൂപ അക്കൗണ്ടിലേക്ക് വരിക, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കുക, ഈ പറഞ്ഞ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക്. പ്ലാൻ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും, നിങ്ങൾ വലിയൊരു ഫിനാൻഷ്യൽ ഫ്രീഡം നേടാൻ പോവുകയാണ്, നിങ്ങൾക്ക് ബൈക്ക് കിട്ടും, ബൈക്ക് ഫണ്ട് കിട്ടും, കാർ ഫണ്ട് കിട്ടും, 50 ലക്ഷത്തിന്റെ പ്രീമിയം കാർ ഫണ്ട് കിട്ടും, 1 CR വില്ല ഫണ്ട് കിട്ടും. ഇതെല്ലാം കൂടി 13 റാങ്കുകൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് കിട്ടും, അത് കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഇത് ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ നമുക്ക് ഇത് പ്രവർത്തിക്കുന്നതിന് മുമ്പ് നമുക്ക് ഇതിനോട് എന്താ ഒരു പാഷൻ വേണം. അതായത് ചിലപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്ത മേഖലയുമായിട്ട് യാതൊരു ബന്ധം ഉണ്ടാവില്ല, നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കില്ല, നമ്മൾ ഇത് ചെയ്ത ആളുകളുമായിട്ട് നമുക്ക് യാതൊരുവിധ കോണ്ടാക്ട് ഒന്നും ഉണ്ടായിരിക്കില്ല. നമ്മൾ ആദ്യമായിട്ട് ഇതിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് അതിനോടൊരു താല്പര്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം, ഒരു പാഷൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഒരുപക്ഷെ ജന്മസിദ്ധമായിട്ട് നമുക്ക് കിട്ടുന്ന കഴിവുകളല്ല. ചില ആളുകൾ പറയും ഞാൻ പ്രൊഫഷണലി അല്ല, എന്റെ പ്രൊഫഷൻ ഇതാണ്, എന്റെ പാഷൻ അതാണ് അല്ലെ, ഡാൻസ് പഠിക്കുക, പാട്ട് പാടുക, ചിത്രം വരയ്ക്കുക, ഇതൊക്കെ എന്റെ പാഷനാണ്, എനിക്ക് ഇഷ്ടമാണ് അല്ലെ, ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നെറ്റ്വർക്ക് എന്ന് പറയുന്നത് അതെനിക്ക് തോന്നുന്നില്ല, നമുക്ക് കുറെ നാളുകളായിട്ട് നമുക്ക് ജനിക്കുമ്പോൾ തൊട്ട് നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ ഉണ്ടായിരിക്കും, സ്കില്ലുകൾ ഉണ്ടായിരിക്കും, സെയിൽസ് സ്കിൽസ് ഉണ്ടായിരിക്കും. നമ്മുടെ കയ്യിൽ ഇപ്പൊ ഒരു കല്ല് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കല്ല് പോളിഷ് ചെയ്ത് അതിനെ മിനുക്കിയെടുത്ത് അത് വിൽക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഒക്കെ നമുക്ക് ഉണ്ടായിരിക്കും. നമുക്ക് നന്നായിട്ട് സംസാരിച്ചത്, പക്ഷെ അത് ഉള്ളിന്റെ ഉള്ളിൽ നിൽക്കുകയാണ്, നമുക്കത് പുറത്ത്, അതാണോ സെയിൽസ് അല്ലെ, അങ്ങനെയാണോ നമ്മൾ സെയിൽസ് ചെയ്യേണ്ടത്? നമ്മുടെ കയ്യിൽ ഒരു കാര്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരാൾക്ക് വിറ്റ് അതിൽ നിന്ന് പണം വാങ്ങിക്കുക, അല്ലെങ്കിൽ അത് പ്രൊമോട്ട് ചെയ്യാൻ, അതൊക്കെ ആണോ എന്നൊക്കെ നമുക്കൊക്കെ അറിയില്ല, ചിലപ്പോൾ തിരിച്ചറിയാൻ പോലും പറ്റില്ല. അപ്പോ ഫിജി കാർഡിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതൊരു പാഷൻ ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ, പാഷൻ എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് അതിനോടൊരു താല്പര്യം ഉണ്ടായിരിക്കണം. നമ്മൾ ഇപ്പൊ പറഞ്ഞ പോലെ ജോയിൻ ചെയ്ത് അത് കൊണ്ട് മാത്രല്ല, നമുക്ക് ഇവിടെ വർക്ക് ചെയ്ത് നമ്മളിവിടെ ഇപ്പം ഇന്നലെ ജോയിൻ ചെയ്ത ആൾ ഇന്ന് ചിലപ്പോൾ ഫസ്റ്റ് ആയിരിക്കും ഇത് കേൾക്കുക അല്ലെ. ചിലപ്പോൾ പല ആളുകളും ജോയിൻ ചെയ്യാതിരിക്കുന്നുണ്ടാവും. എന്താണ് മീറ്റിംഗ്, രാവിലെ തുടങ്ങി ആ സമയം കൂടെ കിടന്നുറങ്ങിയാൽ, അല്ലെ ആ സമയത്ത് കിച്ചണിൽ കുറച്ചും കൂടി വർക്കുകൾ ഉണ്ട്, അല്ലെങ്കിൽ വേറെ കുറെ താല്പര്യങ്ങളുണ്ട്, ചിലപ്പോൾ മൈൻഡ് ചെയ്യാണ്ടിരുന്ന അവരോട് പാഷനെ കുറിച്ച് ഇനി പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അപ്പൊ ഇത് പാഷന്റെ ഒക്കെ ഒരു സ്റ്റാർട്ടിങ് തന്നെയാണ് ഈ ഒരു 7 AM ക്ലബ് എന്ന് പറയുന്നത്. നമ്മൾ ഇതിനോട് ഒരു താല്പര്യം നമുക്ക് വരുത്തുകയാണ്. ചിലപ്പം ഈ പറഞ്ഞ പോലെ നമുക്ക് മുൻപ് ഉണ്ടായിരിക്കില്ല ഈ ഒരു താല്പര്യം. നമുക്ക് ചിലപ്പോൾ ചിത്രം വരയ്ക്കാനായിരിക്കാം, പാട്ട് പാടാനായിരിക്കാം, നമുക്ക് ഗാർഡനിങ് ചെയ്യാനായിരിക്കാം, നമുക്ക് ട്രാവൽ പോകാനായിരിക്കാം, ഒക്കെ ആയിരിക്കാം നമ്മുടെ ഒരു പാഷൻ എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ ലൈഫിലേക്ക് ഒരു എക്സ്ട്രാ പാഷൻ ആയിട്ട് നമ്മൾ ഇതിനെ കൊണ്ടുവരണം. നിലവിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുകയാണോ, നിങ്ങൾ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കാര്യങ്ങളിൽ വർക്ക് ചെയ്യുകയാണോ, പഠിക്കുകയാണോ, ഹൗസ് വൈഫ് ആണോ, ഒക്കെ നിങ്ങൾ നിലവിൽ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ചെയ്ത് ഒരു എക്സ്ട്രാ ഒരു പാസീവ് ഇൻകത്തിന് വേണ്ടി നിങ്ങൾ ഇവിടേക്ക് വന്നിരിക്കുകയാണ്. ചിലപ്പോൾ ഇതൊരു ഫുൾ ടൈമർ ആയിട്ട് ഇത് തന്നെയായിരിക്കാം നിങ്ങളുടെ ഏക ഇൻകം എന്ന് നിങ്ങൾ ഉദ്ദേശിച്ച് വന്നിട്ടുണ്ടാവുക. അപ്പം ഇതിനോടൊരു പാഷൻ നമ്മൾ മറ്റെന്തിനോടും കൊടുക്കാത്ത, അല്ലെങ്കിൽ മറ്റെന്തിനേക്കാളും വാല്യൂ കൊടുക്കാൻ ഇന്ന് മുതൽ നമ്മൾ ഇതിന് ശ്രമിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ. അപ്പം പി എന്ന് പറഞ്ഞ പാഷൻ ആയിട്ട് നിങ്ങൾ കാണാം. ഇനി ഒരു മിനിറ്റ്.
ഓക്കെ, ക്ലിയർ അല്ലേ മാഡം? ഓഡിയോ ബ്രേക്ക് ആയോ? ഇല്ല മാം, ഓക്കെയാണ്. ഓക്കെ ഓക്കെ, ഒരു കോൾ വന്നു. അപ്പോ പി എന്ന് പറഞ്ഞ പാഷൻ എന്ന് പറഞ്ഞു. ഇനി എച്ച് അല്ലെ, രണ്ടാമത്തെ ലെറ്റർ എന്ന് പറയുന്നത് എച്ച് ആണ്. എച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് ഹോണസ്റ്റ് എന്ന് കൊടുക്കാം അല്ലെ, സത്യസന്ധത. അപ്പൊ ബിസിനസ്സിൽ ചില ആളുകൾ പറയും കണ്ണിൽ ചോര പാടില്ല. അപ്പൊ ഞാനൊക്കെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് ആളുകൾ തമാശക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്, കണ്ണിച്ചോര പാടില്ല കേട്ടോ, ബിസിനസ് ആണ് നമ്മള്, അങ്ങനെയൊക്കെ നമ്മൾ പറയും. പക്ഷെ എല്ലാത്തിനും നമുക്കൊരു സത്യസന്ധത വേണം അല്ലെ. ആ ഒരു സത്യസന്ധതയാണ് നമുക്ക് കർമ്മ എന്ന് നമ്മൾ പറയും. നമ്മൾ ചെയ്യുന്നത് എന്താണോ അതിനനുസരിച്ചിട്ടുള്ള റിസൾട്ട് ആണ് നമുക്ക് കിട്ടുക. അപ്പോ ഫിജിക്കാരന്റെ പി പറഞ്ഞു, എച്ചിലേക്ക് വന്നു ഹോണസ്റ്റ് എന്ന് പറയുന്നത്. ഹോണസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യസന്ധത. അപ്പൊ സത്യസന്ധതമായിട്ട് നമുക്ക് ഇവിടെ പ്രവർത്തിക്കാൻ പറ്റണം. കമ്പനിക്ക് കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, കമ്പനിക്ക് കുറെ സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ ഇപ്പൊ ആഡ് ചെയ്യപ്പെട്ട ഇപ്പൊ നെക്സോറ എന്ന ടീമിന്റെ അണ്ടറിലാണ് നമ്മൾ എല്ലാവരും അല്ലെ. അപ്പൊ നെക്സോറയ്ക്ക് ഒരു സിസ്റ്റം ഉണ്ടായിരിക്കും, നെക്സോറയ്ക്ക് ഒരു കൾച്ചർ ഉണ്ടായിരിക്കും. നിങ്ങളെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന നിങ്ങളുടെ സ്പോൺസർ, അവരുടെ അപ്ലയൻസ് SM, അവരൊക്കെ ക്രിയേറ്റ് ചെയ്താൽ അവരൊക്കെ ഈ ബിസിനസ് ചെയ്തുകൊണ്ട് വരുന്നതിന് ഒരു കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ ആ വഴിയെ നമുക്ക് സഞ്ചരിക്കാൻ നമുക്ക് പറ്റണം. അവിടെ നമ്മൾ കള്ളങ്ങളോ അല്ലെ ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങളോ അൺഎത്തിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളോ ഇതിന് നിരക്കാത്ത കാര്യങ്ങളോ റോങ് സെല്ലിംഗ് ഒക്കെ നടത്തി കഴിഞ്ഞാൽ നമുക്കതൊരു നല്ല രീതിയിൽ ഒരു ടീം ഒരു പരിധി വരെ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അതിനപ്പുറത്തേക്ക് നമുക്കൊരു ടീം ക്രിയേറ്റ് ചെയ്യാനോ നമുക്കൊരു ഇൻകം ഉണ്ടാക്കാനോ പറ്റില്ല. അത് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിലൂടെ എനിക്ക് മനസ്സിലായ കാര്യമാണ്. നമ്മൾ എത്രത്തോളം സത്യസന്ധമായിട്ട് ഇവിടെ നിൽക്കുന്നോ അത് കുറച്ച് വൈകിട്ടാണെങ്കിലും നമുക്ക് അതിനുള്ള റിസൾട്ട് കിട്ടും. ഇപ്പൊ നമ്മൾ പറയുകയാണോ, ഞാൻ ഇത്ര ആത്മാർത്ഥമായിട്ട് ഞാൻ ഇവിടെ പ്രവർത്തിക്കുകയാണ്, ഞാൻ ഒരു ആൾക്കും ഒരു മോശം ചെയ്യുന്നില്ല, ഞാൻ നല്ല രീതിയിൽ പ്ലാൻ പ്രസന്റേഷൻ പഠിച്ചു, ഞാൻ നല്ല രീതിയിൽ പ്രസന്റേഷൻ കൊടുക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് അങ്ങോട്ട് റിസൾട്ട് കുഴപ്പമില്ല, സമയമായിട്ടില്ല എന്ന് വിചാരിക്കുക, കുറച്ച് കഴിയുമ്പോൾ അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. ഇപ്പൊ നിങ്ങൾ ചിലപ്പോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്നേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ ഇപ്പൊ 7 ക്ലബ് അറ്റൻഡ് ചെയ്തു, ഇന്ന് നടക്കുന്ന ബി പ്രിൻസ് ആണ് ചീഫ് ഗസ്റ്റ്. ഒരു മിനിറ്റ്, സോറി, അത് കോള് വന്നാണ്. അപ്പം നമ്മൾ എന്താണ് അതിനുള്ള ഒരു സത്യസന്ധമായിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും. ഇപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞു, ഇന്ന് BOP ആണ് നെക്സോറന്റെ, പ്രിൻസ് സാർ ആണ് ചീഫ് ഗസ്റ്റ്. ഇന്ന് ഇവിടെ ഒരു പ്ലാൻ പ്രസന്റേഷൻ നടക്കുന്നുണ്ട്. അപ്പൊ നമ്മളോട് ലീഡേഴ്സ് പറയാണ്, നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് അത് ഓൾറെഡി ഷെയർ ചെയ്തു തന്നു, അത് ടീമിന് കൊടുക്കണം, ടീമിലേക്ക് എത്തിക്കഴിഞ്ഞു, നിങ്ങൾ ഗസ്റ്റുകൾക്ക് അയച്ചു കൊടുക്കണം. അപ്പൊ നമ്മൾ അയച്ചു തന്നു, അയച്ചു കൊടുത്തു. ഗസ്റ്റുകൾ നിങ്ങൾ ആരെങ്കിലും പരിചയക്കാർക്കോ അല്ലെ ബന്ധുക്കൾക്കോ ഈ ബിസിനസ് അവരിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ആളുകളിലേക്ക് ഈ BOPയുടെ ലിങ്ക് അയച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അയച്ചു കൊടുക്കുക. ഉടനെ അവര് നമ്മളെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ട് നമ്മുടെ അപ്ലയൻസോ അല്ലെങ്കിൽ അവരുടെ ലീഡേഴ്സോ ഒക്കെ വിളിച്ചിട്ട് നമ്മളോട് ചോദിക്കുകയാണ്, BOPയുടെ ലിങ്ക് അയച്ചു കൊടുത്തോ മാഡം, അല്ലെങ്കിൽ സർ ഇന്ന് BOP ഉണ്ട്, പ്രിൻസ് സാർ ആണ്, ഒന്ന് ആലോചിച്ച് നോക്കുക, ഗവൺമെന്റ് ജോബ് റിസൈൻ ചെയ്ത് ഈ ബിസിനസ് ചെയ്ത ഒരു വ്യക്തിയാണ് ഇന്നത്തെ ചീഫ് ഗസ്റ്റ് എന്ന് പറഞ്ഞ് നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റണം അല്ലെ. അപ്പൊ MC ചെയ്യുന്ന ആള്, പ്ലാൻ ചെയ്യുന്ന ആൾക്ക് നിങ്ങൾ പരിചയമാണ്, അവരെ നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാം. അപ്പൊ പറയാ, ഇതൊന്ന് കേൾക്കുക അല്ലെങ്കിൽ ഇതൊന്ന് കാണുക, ഇനി ഗസ്റ്റ് ഇല്ലെങ്കിൽ നമ്മൾ അറ്റൻഡ് ചെയ്യാം. അവിടെ നമുക്കൊരു അത് ഒരു സത്യസന്ധതയുടെ ഭാഗമാണ്. നമ്മൾ നമ്മുടെ മുകളിലുള്ള ഈ ബിസിനസ്സിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ഒരു കാര്യം പറയുന്ന സമയത്ത് അല്ലെ വരുന്ന ഗ്രൂപ്പിൽ വരുന്ന ഒരു കാര്യങ്ങൾ പറയുന്ന സമയത്ത് നമുക്ക് പല മേഖലകളിലും അനുഭവവും അല്ലെങ്കിൽ പ്രാവീണ്യതയും ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷെ ഇവിടെ നമ്മൾ ആദ്യമായിട്ട് ഈ ബിസിനസ് ചെയ്തു തുടങ്ങുകയാണ്. അപ്പൊ ഇവര് പറയുന്നതിൽ എന്തെങ്കിലും ഒരു കാര്യമുണ്ട്, അവിടെ നമുക്ക് സത്യസന്ധമായിട്ട് പ്രവർത്തിക്കാൻ പറ്റണം, അറ്റൻഡ് ചെയ്യണം. പിന്നെ അതനുസരിച്ച് ഫോളോ അപ്പ് ചെയ്യണം. അപ്പൊ ഇപ്പൊ ഗസ്റ്റ് ഇല്ലെങ്കിലും നിങ്ങൾ BOP അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കമ്പനിയുടെ പ്ലാൻ പ്രസന്റേഷൻ, ചിലപ്പോൾ നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക് കേട്ടത് പ്ലാൻ പ്രസന്റേഷൻ കേട്ട് വന്നതായിരിക്കും അല്ലെ, പക്ഷെ നിങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടാവണമെന്നില്ല, അത് എത്രത്തോളം മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവണമെന്നില്ല. ഒരു മിന്നായം പോലെ കണ്ടു, അല്ലെങ്കിൽ അതിൽ എത്രത്തോളം ഉണ്ട്, നമുക്ക് എന്തൊക്കെയോ കിട്ടും അല്ലെങ്കിൽ അല്ലേ, നമുക്ക് അതിലൊരു പ്രതീക്ഷ ഉള്ളതുകൊണ്ട് വന്നാണ്. പക്ഷെ ഈ കമ്പനിയുടെ പ്ലാൻ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എന്ന്
തുടങ്ങിയോ, അല്ലെങ്കിൽ അത് എങ്ങനെ ഒരാളിലേക്ക് എത്തിക്കാൻ നമുക്ക് പറ്റിയോ, അപ്പോഴാണ് നമുക്ക് ഇവിടെ സെയിൽസ് നടക്കുക. നമുക്ക് വരുമാനം വരാനുള്ള സെയിൽസ് നടത്തുന്നത് നമ്മൾ ഈ കമ്പനിയുടെ പ്ലാൻ കൃത്യമായിട്ട് പഠിച്ചത് ഒരാളിലേക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കല്ല് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ കല്ലിനെ നമുക്ക് വിൽക്കാൻ പറ്റുന്ന പാകത്തിലേക്ക് അത് കഴുകി മിനുക്കി അത് പോളിഷ് ചെയ്ത് നമുക്കൊരു കല്ല് പോലും കച്ചവടം ചെയ്യാൻ പറ്റും അല്ലെ. നിങ്ങൾക്ക് മാർക്കറ്റിൽ പോയ പലതരം ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അല്ലെ. ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ്. മാർക്കറ്റിൽ പോകണ്ട, നിങ്ങൾ ഓൺലൈൻ ആയിട്ട് ജസ്റ്റ് നമ്മുടെ ആമസോണോ ഫ്ലിപ്കാർട്ടോ ഒക്കെ നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് എത്രത്തോളം വെറൈറ്റി ആയിട്ടുള്ള ലോ പ്രൈസ് മുതൽ ഹൈ പ്രൈസ് പ്രീമിയം ക്വാളിറ്റി വരെയുള്ള സാധനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതൊക്കെ മനുഷ്യനിർമ്മിതമായിട്ടുള്ള കാര്യങ്ങളാണല്ലേ. അത് ഓരോരോ ആളുടെ തലയിൽ ഐഡിയാസ് പരമായിട്ട് വന്ന് അവരത് മിനുക്കിയെടുത്ത് അല്ലെങ്കിൽ അവരതിനെ ഉൽപ്പാദിപ്പിച്ച് കസ്റ്റമേഴ്സിന്റെ കയ്യിൽ എത്തിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ ഞാനിപ്പോ ഇവിടെ പറഞ്ഞത് നമുക്ക് സത്യസന്ധമായിട്ട് പ്രവർത്തിക്കാൻ നമ്മൾ ആദ്യം തയ്യാറാവുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ആഡ് ചെയ്യപ്പെട്ട ഗ്രൂപ്പിൽ നമ്മുടെ അപ്ലയൻസ് പറയുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, അത് അനുസരിക്കുക എന്നുള്ളതല്ല, അത് ഫോളോ ചെയ്യാം. ഓക്കെ, അനുസരിക്കുക എന്നുള്ളതൊന്നും ഇവിടെ ഒരു വാക്കല്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഫോളോ ആണ്. നമ്മള് ഈ ബിസിനസ്സിലേക്ക് വന്ന് നമ്മൾ ഈ ബിസിനസ് ചെയ്ത് ഒന്ന് മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ ഇവിടെ ഈ ബിസിനസ്സിന് മുൻപേ സഞ്ചരിച്ച ആളുകളെ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റണം. അവർ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് ഇൻകം വാങ്ങി റാങ്കുകളൊക്കെ അപ്ഡേറ്റ് ചെയ്ത ആളുകൾക്ക് അവർക്ക് പറയാനുള്ള, അപ്പൊ നമുക്ക് സത്യസന്ധമായിട്ട് നമുക്ക് ഇവിടെ നമ്മൾ കള്ളത്തരം പാടില്ല. അതോടൊപ്പം തന്നെ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ആളുകളോട് നമ്മൾ ഒരിക്കലും മോഹന വാഗ്ദാനങ്ങളോ അല്ലെങ്കിൽ റോങ് ആയിട്ടുള്ള കാര്യങ്ങളോ പറഞ്ഞുകൊണ്ട് നീ ഇവിടെ നിന്നോ, നീ ഒന്നും നോക്കണ്ട, ധൈര്യമായിട്ട് നിന്നോ, രണ്ട് സൈഡും ഞാൻ സപ്പോർട്ട് ചെയ്യാം. അതായത് നമുക്ക് ഒരാള് പാർട്ട്ണർ ആയിട്ട് വരാൻ വേണ്ടി നമ്മൾ റോങ് ആയിട്ടുള്ള പ്രോമിസുകൾ കൊടുക്കാതിരിക്കുക, സത്യസന്ധമായിട്ട് സംസാരിക്കുക. ഇതാണ് ബിസിനസ്, ഇത് ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് ഇത്ര റാങ്കുകൾ അപ്ഡേറ്റ് ചെയ്ത് നിന്റെ ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആവും. അതിന് ഞാനും എന്റെ ലീഡേഴ്സും അല്ല ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത് നിൽക്കും. പക്ഷെ നമ്മൾ പറയുന്നത് അനുസരിച്ച് നിങ്ങൾക്ക് നിന്ന് കഴിഞ്ഞാൽ നല്ലൊരു ടീം ബിൽഡ് ചെയ്ത് നല്ലൊരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റും. ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഇതൊക്കെയാണ് ഇപ്പൊ പ്രൊഡക്റ്റ് ലിസ്റ്റ് ഇടുന്ന സമയത്ത് അല്ലെങ്കിൽ SV കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ അവിടൊക്കെ ഒരു ജെനുവിൻ ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റണം. ഇല്ലെങ്കിൽ ഇത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചടിയായിട്ട് വരും എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ എന്താണ്, സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. കള്ളത്തരം കാണിക്കരുത് എന്നുള്ളതാണ്. ഒരു കള്ളം പറയാതിരിക്കുക, കള്ളത്തരങ്ങൾ കാണിക്കാതിരിക്കുക, അത് കമ്പനി നിയമങ്ങൾക്കെതിരെ പ്രവർത്തിക്കാതിരിക്കുക, ടീമിനൊരു ഇതുണ്ടായിരിക്കും, ആ ടീമിന്റെ കാര്യങ്ങൾക്കെതിരായിട്ട് റോങ് ആയിട്ട് പ്രവർത്തിക്കുക. ചിലപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഫിജിക്കാർഡിൽ ഒരുപാട് ടീമുകൾ ഉണ്ടായിരിക്കും. ആ ടീമുകളൊക്കെ ഓരോ കാര്യങ്ങളായിരിക്കും പ്രൊമോട്ട് ചെയ്യുക, ഓരോ കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കും ഇവിടെ സെയിൽസ് നടത്തുക. അപ്പൊ അതെന്താ അങ്ങനെ, അതുപോലെ ഞങ്ങൾക്ക് ചെയ്തുകൂടെ, അല്ലെ അതുപോലെ ഞങ്ങൾക്ക് ചെയ്യാലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ആളുകൾ പറയും 5000 രൂപ തന്നാ മതി, 7000 രൂപ തന്നാ മതി, 10000 രൂപ തന്നാ മതി അല്ലെ. അങ്ങനെയൊക്കെ പൈസ പറഞ്ഞുകൊണ്ട് ബിസിനസ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. ഇപ്പൊ ഞാൻ എന്റെ ടീമിനോടൊക്കെ പറയുന്ന എല്ലാവരും, നമ്മളൊക്കെ ഇവിടെ നെക്സോറന്റെ അണ്ടറിലുള്ള ആളുകൾ ലീഡേഴ്സ് ഒന്നും അങ്ങനെ സംസാരിക്കില്ല. അപ്പം അതെന്താണ്, നമ്മൾ പൈസ വെച്ചുകൊണ്ട് പറയുക, അല്ലെങ്കിൽ ഇത്ര തന്നു കഴിഞ്ഞ് പൈസ വാങ്ങി വെച്ചിട്ട് 1 മാസം 2 മാസം കഴിഞ്ഞിട്ട് പ്രൊഡക്റ്റ് കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് ആവശ്യമില്ലാത്ത അതിലൊക്കെ ഒരു കള്ളത്തരം, അങ്ങനെയുള്ള കള്ളത്തരങ്ങളൊന്നും കാണിക്കാതിരിക്കുക. അത് നിങ്ങൾക്ക് ഓരോ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന സമയത്ത് അത് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ഇത്. ഓക്കെ, അപ്പോ PH കഴിഞ്ഞു. ഇനി എന്താണ് വൈ, യെസ് മൈൻഡ് സെറ്റ് എന്ന് നമ്മൾ പറയും. യെസ് മൈൻഡ് സെറ്റ്. ഓക്കെ, P പറഞ്ഞു പാഷൻ അല്ലെ, ഒരു അഭിനിവേശം, ഒരു ഇത് താല്പര്യമൊക്കെ വേണം. H പറഞ്ഞു ഹോണസ്റ്റ്, സത്യസന്ധത. അപ്പൊ ഇനിയുള്ളത് വൈ ആണ്, യെസ് മൈൻഡ് സെറ്റ് എന്ന് നമുക്ക് അതിന് കൊടുക്കാം. ഇതൊന്നും അല്ല, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇതിനോടൊരു പോസിറ്റീവ് ആയിട്ടുള്ള ലെറ്റേഴ്സ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. യെസ് മൈൻഡ് സെറ്റ്. ഞാൻ ബിസിനസിന്റെ പ്ലാൻ കേൾക്കുന്ന സമയത്ത് പറഞ്ഞു, പ്ലാൻ പ്രസന്റ് ചെയ്യുന്ന ആള്, എനിക്ക് ആരെയും ഒന്നും ഓർമ്മയില്ല, ആള് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇപ്പൊ ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ യെസ് അല്ലെ, ഇനി നോ എന്നാ നിങ്ങൾ പറയുന്നെങ്കിൽ നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. യെസ്, അങ്ങനെ നിങ്ങളും വിചാരിക്കുക. അതായത് നമ്മളിപ്പം ഈ ബിസിനസിനെ കുറിച്ച് നമ്മൾ കേൾക്കുകയാണ്, പ്ലാൻ പ്രസന്റേഷൻ കൊടുക്കുകയാണ് അല്ലെ, നമ്മൾ കേട്ട് നമ്മൾ ഇതിൽ പാർട്ട്ണറായി. ഇപ്പൊ ഇതിലുള്ള ആളുകളൊക്കെ ഈ ഫിജി കാർഡ് ചെയ്യുന്ന ആളുകളാണ്. നിങ്ങൾ നാളെ പ്രസന്റേഷൻ ഇറങ്ങുകയാണ്, അല്ലെങ്കിൽ ഇന്ന് ഇറങ്ങുകയാണ്. ഇറങ്ങുന്ന സമയത്ത് നമ്മൾ 2 or 3 പേരോട് പറയുന്ന സമയത്ത് അവർ നോ പറയുകയാണ്, യെസ് അവിടെ പറയുന്നില്ല. ആ നോ നമുക്ക് യെസ് ആണ്, നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി. ഓക്കെ, നോ, നമ്മൾ മാക്സിമം ട്രൈ ചെയ്തു, നിങ്ങൾ അവിടെ ഡൗൺ ആവേണ്ട കാര്യമില്ല. അയ്യോ എനിക്ക് ഞാൻ ഭയങ്കര എക്സ്പെക്ട് ചെയ്തിട്ട് ഞാൻ ലിസ്റ്റ് ഇടുന്ന സമയത്ത് ഞാൻ ഈ ബിസിനസ്സിൽ ജോയിൻ ചെയ്തത്